4 നിയമസഭാ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഈ ഹരിയാനയിൽ വലിയ വിജയം നേടുന്നതിനായി കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി ചില സഖ്യങ്ങൾ രൂപീകരിക്കുന്ന തിരക്കിലായിരുന്നു. INDA മുന്നണിയെ പൂർണ്ണമായി തന്നെ ഹരിയാനയിൽ മത്സരിപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാകും എന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതിനുള്ള നീക്കങ്ങൾ നടത്തിയതും അവർ തന്നെയാണ്. ആം ആദ്മിയുടെ ദേശീയ നേതൃത്വവും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഹരിയാന സ്റ്റേറ്റ് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം കേന്ദ്രത്തോട് പറഞ്ഞത് തങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ സഖ്യത്തിലൊരു തീരുമാനമായില്ല എങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുകയും തങ്ങൾക്ക് ഇനി ആരുമായി സഖ്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി ഹരിയാനയിൽ INDA മുന്നണി പൊട്ടി പാളീസായിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, BJP, JJP അടങ്ങുന്ന ഒരു ചെറു സഖ്യം, ഇങ്ങനെ 4 വിഭാഗങ്ങളായി തിരിഞ്ഞാണ് മത്സരം നടക്കുന്നത്. കാരണം BJP സംബന്ധിച്ച് ഒരു തുടർഭരണം തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം നടത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. 10 സീറ്റിൽ 5 സീറ്റ് കോൺഗ്രസിനും 5 സീറ്റ് BJPക്കും പോയ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഏത് വിധേനയും തുടർഭരണം എന്ന സ്വപ്നവുമായി BJPയും ഭരണം പിടിക്കാവുന്ന സ്വപ്നവുമായി കോൺഗ്രസും നിൽക്കുമ്പോൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയും JJPയും അടക്കം എത്ര വോട്ട് ചോർത്തുമെന്നും എത്ര സീറ്റ് നേടുമെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.